അമിത് ചന്ദ്ര ഷാ നവഭാരത രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ പാതകൾ വെട്ടിയ മൾട്ടി ടാസ്കിംഗ് സ്പെഷ്യലിസ്റ്റ്. 1964 ഒക്ടോബർ 22 മുംബൈയിൽ ജനനം. ഗുജറാത്തിലെ ഹിന്ദു ബനിയ വിഭാഗത്തിൽ നിന്നുമാണ് അമിത് ഭായ് വരുന്നത്. ഓഗസ്റ്റ് 5 ഏറ്റവും കൂടുതൽ നാൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന റെക്കോർഡ് അമിത് ഭായ് ഷായ്ക്ക് സ്വന്തമാവുകയാണ്. തന്റെ രാഷ്ട്രീയ ഗുരുവായ ലാൽ കൃഷ്ൺ അദ്വാനിയുടെ റെക്കോർഡാണ് അദ്ദേഹം കഴിഞ്ഞ 5 മറികടന്നത്. തുടർച്ചയായ 2258 ദിവസം, അതായത് 2019 മെയ് 30 രാജ്നാഥ് സിംഗിൽ നിന്നും സുപ്രധാനമായ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. അദ്ദേഹം ഈ റെക്കോർഡ് സ്ഥാപിച്ചത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ദിവസമായ ആഗസ്റ്റ് 5 എന്നത് യാദൃശ്ചികമാകാം. 2019 ആഗസ്റ്റ് 5 യൂണിയൻ ഗവൺമെന്റ് ആർട്ടിക്കിൾ റദ്ദാക്കിയത്. അദ്വാനിയുടെ 2256 ദിവസത്തെയാണ് അമിത്ഷാ മറികടന്നത്. ഗുജറാത്തിൽ നിന്നും വിവിധ കേസുകളിലായി ദില്ലിയിലേക്ക് മാറി നിൽക്കേണ്ടി വന്ന അമിത്ഷാ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ദിവസങ്ങളെ വിജയകരമായ നാളുകളിലേക്ക് പരിവർത്തനം ചെയ്ത രാഷ്ട്രീയ ചാണക്യനാണ്. ലോകത്തിലെ മറ്റ് ഏത് വ്യക്തി ആയിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വഴി മാറിപ്പോകുമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ചാണക്യനായി അമിത്ഷാ ഉദയം ചെയ്തത്. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന പേര് മാത്രമല്ല അമിത്ഷായ്ക്ക് ചേരുക, അദ്ദേഹം ഒരു മാസ്റ്റർ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. സമാനതകളില്ലാത്ത ഒരു സംഘാടകനാണ്. ഗുജറാത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന അമിത്ഷാ 2014 പൊതു തിരഞ്ഞെടുപ്പിൽ BJPയുടെ കിറ്റിലേക്ക് ഉത്തർപ്രദേശിൽ നിന്നും മാത്രം 73 സീറ്റുകൾ കൊണ്ടുവന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ അപാരമായ സംഘടനാ മികവിനെയും ഇലക്ഷൻ തന്ത്രങ്ങളെയും BJPയിലെ പോലും പലരും അതിശയത്തോടെ നോക്കിക്കണ്ടു തുടങ്ങിയത്. അനിൽ ചന്ദ്ര ഷായുടെയും കുസും ബെന്റിന്റെയും മകനായി 1964 ഒക്ടോബർ 22 മുംബൈയിൽ ജനിച്ച ഷായുടെ യഥാർത്ഥ നാട് ഗുജറാത്തിലെ മാൻസയാണ്. 16-ാം വയസ്സിൽ സ്വയം സേവകനായി, പിന്നീട് ABVPയിലും. 1989 BJP അഹമ്മദാബാദ് സിറ്റി സെക്രട്ടറിയായ അമിത്ഷാ അദ്വാനിയുടെ തിരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിച്ച് ശ്രദ്ധ നേടി. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും 2014 49-ാമത്തെ വയസ്സിൽ BJPയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അമിത്ഷാ അവരോധിക്കപ്പെടുമ്പോൾ ആ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറി. 2019 54-ാമത്തെ വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എല്ലാം ഭാരതീയതയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് അമിത്ഷായുടെ കാലത്താണ്. നക്സലുകൾക്കെതിരെ കഠിനമായ തിരിച്ചടികൾ നൽകുന്ന അമിത്ഷാ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി. മനംമാറ്റം വന്നവരെ പൊതുധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാനും അദ്ദേഹം മടിച്ചില്ല. ഔദ്യോഗിക ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള ഉന്നത നേതാവായി അമിത്ഷാ ഇന്നും വിളങ്ങുന്നു. ജയ് ഹിന്ദ്.